ഇവിടെ പുരോഗതി വരണമെങ്കിൽ തീർച്ചയായും നരേന്ദ്രമോദിജിയുടെ സർക്കാർ ഇവിടെ കയ്യൊപ്പ് ചാർത്തണം. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ ഭാരതത്തിൽ ജീവിക്കണമെങ്കിൽ രാഷ്ട്രീയം കൂടിയേ തീരുവെന്നും ഒരു നല്ല മനസ്സിന്റെ ഉടമയായ സുരേഷ് ഏട്ടനെ പോലെ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് അത് കിട്ടിയെന്നുള്ളതും NDA BJP എല്ലാ സ്ഥാനാർത്ഥികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ ഞാൻ ഈ നല്ല ദിവസം നേരുകയാണ്. നമസ്കാരം. തൃപ്പൂണിത്തുറയിലെ BJP സ്ഥാനാർത്ഥികളുടെ സംഗമവും മറ്റു പരിപാടികളുമാണ് ഇവിടെ നടന്നത്. സുരേഷ് ഗോപി, ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു പരിപാടിയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വ്യക്തിത്വമുണ്ട്. മലയാള സിനിമാ രംഗത്ത് ഏറെ നല്ല നിലയിൽ അറിയപ്പെടുന്ന, ഒരുപാട് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള പ്രിയപ്പെട്ട നമ്മുടെ ആക്ട്രസ് ആയിട്ടുള്ള മായ മേനോൻ ഇന്ന് BJP അംഗത്വം സ്വീകരിച്ചിരിക്കുന്നു. മാം നമസ്കാരം. ഈ നരേന്ദ്രമോദിജിയുടെ വികസന സ്വപ്നങ്ങളൊക്കെ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ നടപടികളൊക്കെ കണ്ടുകൊണ്ടായിരിക്കാം അങ്ങ് ഇതിലേക്ക് വന്നിട്ടുണ്ടാവുക. എന്താണ് പറയാനുള്ളത്? അത് തന്നെയാണ്. കാരണം നമ്മളിപ്പോ എനിക്കൊരു പാർട്ടിയോ അങ്ങനെ രാഷ്ട്രീയമോ ഉള്ള ഒരു വ്യക്തിയായിരുന്നില്ല. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ ഭാരതത്തിൽ ജീവിക്കണമെങ്കിൽ രാഷ്ട്രീയം കൂടിയേ തീരുവെന്നും അത് നമ്മുടെ നാടിന് ഗുണം ചെയ്യുന്ന രാഷ്ട്രീയമായിരിക്കണമെന്നും ഉള്ളത് കൊണ്ട് മാത്രമാണ് BJP അംഗത്വത്തിലേക്ക് കൃത്യമായിട്ട് വന്നിരിക്കുന്നത്. അത് ഞാൻ ഓൾറെഡി BJPയെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. നരേന്ദ്രമോദിജി വന്നത് തൊട്ട് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്. ഇത്രയും വർഷം നമ്മളുടെ നാട്ടിലൊരു പുരോഗതിയും കാണാതെ ഇത്രയും കുറച്ച് സമയം കൊണ്ട് ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ആയാലും, GDP റേറ്റ് ആയാലും, സ്ത്രീ ശാക്തീകരണമായാലും, തൊഴിലവസരങ്ങളായാലും, അങ്ങനെ ഒരുപാട് മേഖലകളിൽ അദ്ദേഹത്തിന്റെ ഉപഗ്രഹം, അങ്ങനെ മീൻസ് എല്ലാ സയന്റിഫിക് ആയ എല്ലാ രംഗങ്ങളിലും അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ടിക്കിട്ട് പോകുന്നതാണ് കണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ്, അതായത് നമ്മുടെ നാടിന് ഗുണം ചെയ്യുന്ന, നമ്മുടെ നാട്ടുകാർക്ക് ഗുണമുണ്ടാവുന്ന ഒരു പാർട്ടിയുടെ ഭാഗമായാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ അണ്ണാറ കണ്ണൻ തന്നാലായാലും എന്ന് പറയുമല്ലോ. അപ്പൊ നമ്മളുടെ വോട്ട് പോലും അങ്ങനെ ഒരു കാര്യമാണ്. അപ്പൊ അത് കൃത്യമായിട്ട് അടയാളപ്പെടുത്താൻ വേണ്ടിയാണ് ഇതിൽ അംഗത്വത്തിലേക്ക് വന്നത്. അതും ഞാനല്ല, ഇവരെന്നെ ക്ഷണിച്ചതാണ്. അപ്പൊ എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് ഞങ്ങളുടെ കുലദേവതയായ ശ്രീ പാർവതിയുടെ പിറന്നാളാണ്. പിന്നെ തൃക്കാർത്തികയാണ്. നമുക്കറിയാം, ഇന്ന് ഈ തിരുപ്പുറംകുன்றത്ത് മുരുകയുഗം തുടങ്ങിയതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു കോടതി കേസിൽ വരെ നമ്മൾ ജയിച്ച് അദ്ദേഹത്തിന്റെ അവിടെ തിരി തെളിയുന്ന ദിവസം കൂടിയാണ്. പൗർണമിയാണ്. അതായത് എല്ലാ നെഗറ്റിവിറ്റികളും ഡിവൈൻ എനർജി കൊണ്ട് നശിപ്പിക്കപ്പെടുന്ന ഒരു ദിവസം എനിക്കിതിൽ അംഗത്വം കിട്ടി എന്നതും ഒരു നല്ല മനസ്സിന്റെ ഉടമയായ സുരേഷ് ഏട്ടനെ പോലെ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് അത് കിട്ടിയെന്നുള്ളതും അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ തൃശ്ശൂരുകാര് വളരെ പ്രവർത്തിച്ചിട്ടുള്ളതും വോട്ട് ചെയ്ത് അദ്ദേഹത്തെ ജയിപ്പിച്ചെടുത്ത് ആ ഒരു സന്തോഷമുള്ളത് കൊണ്ടും ഇരട്ടി മധുരമാണ് ഇന്നത്തെ ദിവസം ഇങ്ങനെ ഒരു അംഗത്വം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ടിയത്. തീർച്ചയായിട്ടും. ഇപ്പം തൃപ്പൂണിത്തുറ നഗരസഭയൊക്കെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ വികസനമില്ലായ്മ, അല്ലെങ്കിൽ ഇവിടെ പൂർണ്ണത്രേശ്വര ക്ഷേത്രമുണ്ട്, രാജനഗരമാണ്, അങ്ങനെ പല പ്രത്യേകതകളുള്ള സ്ഥലമാണ്. കലാകാരന്മാരും ഇപ്പൊ കലയും, അതെ, സാംസ്കാരിക നഗരം, അതെ തീർച്ചയായിട്ടും. ഇപ്പം കലയും അതുപോലെ തന്നെ കായികവുമായിട്ടുള്ള കാര്യങ്ങൾ ഒരേപോലെ കൊണ്ടുപോകുന്ന അപൂർവ സ്ഥലങ്ങളിൽ ഒന്നാണ് തൃപ്പൂണിത്തുറ. പക്ഷെ അതിന്റെ രീതിക്കനുസരിച്ച് ഇവിടെ വികസനം ഉണ്ടായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഈ നാട്ടുകാരിയല്ല, അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ടുള്ളൊരു കാര്യം അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷെ ഇതൊരു സാംസ്കാരിക നഗരം തന്നെയാണ്. തൃശ്ശൂർ പോലെ തന്നെ ഇതും ഒരു സാംസ്കാരിക നഗരമാണെന്നും ഇവിടെ ക്രിക്കറ്റിനും കഥകളിക്കായാലും അങ്ങനെ ഒരുപാട് കായിക മേഖലകളിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണെന്നും രാഷ്ട്രീയത്തിനും വളരെ പ്രാധാന്യമുള്ളൊരു ഏരിയയാണെന്നും എനിക്കറിയാം. അത്രമാത്രമേ എനിക്കറിയുള്ളൂ. കാരണം ഈ നാട്ടുകാരിയാണെങ്കിൽ കുറച്ചുകൂടി എനിക്ക് സംസാരിക്കാൻ അറിയും. അതല്ലാത്തത് കൊണ്ട് ഉള്ളൊരു പ്രശ്നമുള്ളൂ. പക്ഷെ ഇവിടെ പുരോഗതി വരണമെങ്കിൽ തീർച്ചയായും നരേന്ദ്രമോദിജിയുടെ സർക്കാർ ഇവിടെ കയ്യൊപ്പ് ചാർത്തണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് പറയുകയാണ്, ഈ തൃപ്പൂണിത്തുറയിലെ NDA BJP എല്ലാ സ്ഥാനാർത്ഥികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ ഞാൻ ഈ നല്ല ദിവസം നേരുകയാണ്. എല്ലാവരും വിജയിക്കട്ടെ. തീർച്ചയായിട്ടും. ഒരുപാട് നന്ദി മാം. എന്തായാലും BJPയുമായി ബന്ധപ്പെട്ട് ഈ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഒരുപാട് പുതിയ തലമുറ ഇതിലേക്ക് വരുന്നുണ്ടല്ലോ. അപ്പം അത്തരം യൂത്തിനോട്, ഇപ്പം നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട വികസനങ്ങൾ കണ്ട ഒരാളെന്നുള്ള നിലയ്ക്ക് യൂത്തിനോടുള്ള ഒരു അഭിപ്രായം തന്നെ, അതുകൊണ്ട് ഇപ്പം നമുക്ക് അവസാനിപ്പിക്കാം. യൂത്ത് വരണമല്ലോ. കാരണം അദ്ദേഹം യൂത്തിന് വേണ്ടി ഒരുപാട് അതായത് തൊഴിലവസരങ്ങള്, സെൽഫ് ഇൻഡിപെൻഡന്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സ്റ്റാർട്ടപ്പ് പ്രോഗ്രാംസ്, എന്തെല്ലാം അദ്ദേഹത്തിന്റെ പദ്ധതികൾ മുഴുവൻ എടുത്തു നോക്കിയാൽ മുദ്രാ ലോൺ തൊട്ട് നമ്മളെ എല്ലാം ഇൻഡിപെൻഡന്റ് ആക്കാനാണ് നോക്കുന്നത്. അപ്പോൾ പുതിയ കുട്ടികൾക്ക് അത് ഉപയോഗിച്ച് സ്വന്തം കഴിവ് ഉപയോഗിച്ച് സ്വന്തം ക്രിയേറ്റിവിറ്റിയിലൂടെ
സ്വന്തം കാലിൽ നിൽക്കാറാവുക എന്നുള്ളതാണ്. അപ്പോൾ സെൽഫ് സഫിഷ്യൻ്റ് ആവാൻ തീർച്ചയായിട്ടും യൂത്ത് ഈ BJP തന്നെ ഫോളോ ചെയ്യണമെന്നാണ് എൻ്റെ പേഴ്സണൽ ഉപദേശം. ബാക്കിയൊക്കെ നിങ്ങളുടെ. തീർച്ചയായും. അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും. ഒരുപാട് നന്ദി.